ഇന്നത്തെ വീഡിയോയിൽ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെയുള്ള ഒരു ഓറഞ്ചാണ് ഞാൻ എടുത്തത്. ആദ്യം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വൈറ്റ് പാർട്ടൊന്നും വരാതെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കയ്പ്പ് രസം വരും. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിനുശേഷം ഇത് രണ്ടായി മുറിച്ചിട്ട് കൈ വെച്ച് തന്നെ ഇത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസാക്കി എടുക്കണം. ഞാനിത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിച്ചെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് കാണും. ഇനി ഒരു 2 മുട്ട എടുത്തിട്ട് ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫോർക്കായാലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മധുരം ലൈറ്റ് ഒരു മധുരമാണ് ഈ ഒരു കേക്കിന് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് അല്പം കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ എടുക്കുക. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സാക്കിയ ശേഷം ഒരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അരിച്ചിട്ട് കൊടുക്കുക. 2 തവണയായിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ എക്സ്ട്രാ എസൻസ് ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇതിലേക്ക് 2-3 ഡ്രോപ്പ് ഓറഞ്ചിൻ്റെ ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതൊരു 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ടാപ്പ് ചെയ്ത ശേഷം ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു കേക്ക് തന്നെ നിങ്ങൾക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കാം. ഞാനിവിടെ ടീ കേക്ക് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.